അങ്ങനെ നമ്മൾ നാട്ടിൽ പോകാനുള്ള ദിവസം എത്തി കേട്ടോ. അത്രയും നേരം ഉണ്ടായിട്ടും പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ. സുജിത്തും വൈഫ് ശ്രീലക്ഷ്മിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ അവർ. അവരില്ലായിരുന്നെങ്കിൽ അന്ന് പെട്ടുപോക്കുണ്ടായേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്യാനും റാപ്പ് ചെയ്യാനും അതുപോലെ താഴെ എത്തിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ ഇവർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിക്കൊണ്ടേനെ കേട്ടോ. പിന്നെയാണെങ്കിൽ പെട്ടിയെല്ലാം പാക്ക് ചെയ്തപ്പോൾ തൊട്ട് മറിയത്തിന് മനസ്സിലായി നമ്മളിങ്ങ് പോവുകയാണ്, നാട്ടിൽ പോവുക എന്നുള്ളത് ആൾക്ക് മനസ്സിലായി കേട്ടോ. പിന്നെ ഉള്ളിൽ കയറിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. ഈ ലൈറ്റും സംഭവങ്ങളെല്ലാം കണ്ടപ്പോഴേക്കും ആൾക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ പോകുന്ന ഫ്ലൈറ്റിന് ടൈം 2:45 കേട്ടോ. അപ്പോൾ ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, എഴുന്നേറ്റ് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവൾ സാധാരണ ഉറങ്ങുന്നത് രാത്രി 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ്, അതായത് രാത്രിയല്ല വെളുപ്പിന്. അതുകൊണ്ട് ഇത് വലിയ പുള്ളിക്കാരത്തി കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അവൾ ഫുഡൊന്നും കഴിക്കുന്നുണ്ടില്ല, കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു. അതിൽ കയറി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കഴിച്ചു. ആളെ കിടത്തി ഉറക്കി. അപ്പോഴത്തേക്കും പിന്നെ നേരെ അങ്ങോട്ട് വെളുത്തു. ആൾ നല്ല ഉറക്കത്തിലായി. നല്ല ഉറക്കം എന്ന് വെച്ചാൽ നല്ല ഉറക്കം. സൂര്യനൊക്കെ പെട്ടെന്ന് ഉദിച്ചു. കാരണം വെച്ചാൽ സമയം അങ്ങനെയാണല്ലോ. എങ്ങനെയാണ്, അല്ല നമ്മൾ ലേറ്റ് ആയിട്ടാണല്ലോ ഫ്ലൈറ്റ് 2:45 കുറച്ച് ചെന്ന് ഫ്ലൈ ചെയ്തപ്പോഴേക്കും നേരം വെളുത്തു. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കൊച്ചി എത്തി ഗൈസ്, കൊച്ചി എത്തി. നല്ല മഴയായി. നേരം ഇതിന് നേരം നമ്മുടെ കോടയൊക്കെ പോലെ കോടയാണ്, പക്ഷേ എങ്കിൽ കാണാൻ നല്ല രസമായിരുന്നു. ലാൻഡ് ചെയ്യാനാണെങ്കിൽ കുറച്ച് താമസം ഉണ്ടായി, വേറെ ഒന്നും കൊണ്ടല്ല മഴയായതുകൊണ്ട്. പക്ഷേ എങ്കിൽ മഴ കാണാൻ കുറച്ച് അധികം കൊതിച്ചിരിക്കുമായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടുമല്ല, അവിടെയൊക്കെ നല്ല ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ടും പിന്നെ ഒരു സുഖമല്ലേ മഴയൊക്കെ. അപ്പോൾ അങ്ങനെ മഴയെല്ലാം കണ്ട് ലാൻഡ് ചെയ്യാൻ പറ്റി. കുറച്ച് ലേറ്റായാണെങ്കിലും അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. പിന്നെ നമ്മൾ പെട്ടിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചേട്ടൻ വരാനുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട്. ചേട്ടനെ കണ്ടപ്പോഴേക്കും പറയും കൂടുതൽ സന്തോഷമായി. അപ്പോൾ ബാക്കി പേരൊക്കെ പിന്നെ കാണാം കേട്ടോ.